ഫ്രണ്ട്സേ ധന്യാണേ. അപ്പോഴേ ഞാൻ ഇന്നലെ 2 ദിവസം മുന്നേ ഞാനിങ്ങനെ എൻ്റെ കടയൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. മഴ പെയ്താൽ ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ കട നേരാക്കാനായിട്ട് പേര് പറയണ്ടെന്ന് പറഞ്ഞൊരു ഏട്ടൻ നമ്മളെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ കട നമ്മൾ നേരാക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് നമ്മൾ പൊളിച്ച് പണിയെടുത്തത്. ഇന്ന് തിങ്കളാഴ്ചയാണ്, ജൂൺ 8. ഇന്ന് നമുക്ക് ഇവിടെ കച്ചവടം ഇല്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ വൃത്തിയാക്കണേ. എന്താ അച്ഛനാണ് വൃത്തിയാക്കണം കേട്ടോ ഉള്ളൊക്കെ. ഇന്നലെ അച്ഛനെല്ലാവരും കൂടി നിന്നിട്ട് പണിയെടുത്തത്. ഇപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് കെട്ടിയിട്ടുണ്ട്. എന്താ ഇനി ഇവിടെ ദൈവത്തിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് ഇവിടെ ഒരു തിരി വെക്കാനുള്ളതൊന്ന് മേടിക്കണം. അപ്പോൾ ഞാൻ ഇല എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വന്നതാണേ. എന്താ വെച്ചാലേ നമ്മളുടെ അമ്മമാർക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കണമല്ലോ. അപ്പോൾ ഇലയും പിടിച്ച് നിൽക്കുകയാണ്. ഇല എടുക്കാൻ വേണ്ടി വന്നാണേ. സംഭവം എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇന്നലെ പൈസ തികഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. കാരണം എന്ന് വെച്ചാൽ ഓലയൊക്കെ ഇതാണ്ടോ. അപ്പോഴേ നമുക്ക് വിചാരിച്ച പോലെ പൈസ തികഞ്ഞില്ല. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരിക്ക എനിക്കൊരു 1000 രൂപയും കൂടി അയച്ചു തന്നു കേട്ടോ. അതായത് അവർ ജസ്റ്റ് വിളിച്ചപ്പോൾ ഇങ്ങനെ പണിയെടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി, എന്നാൽ എന്തെങ്കിലും നിൻ്റെ കടയിലേക്ക് വാങ്ങിക്കാൻ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഓല തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എക്സ്ട്രാ ചിലവുകൾ വന്നു. ആദ്യം 7 കെട്ട് മതി പറഞ്ഞു, പിന്നെ 4 കെട്ട് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ 2 പ്രാവശ്യം പിന്നെ ഓട്ടോ ചാർജും ഒക്കെ ആയി. അപ്പോൾ എന്തായാലും ദൈവം സഹായിച്ചിട്ട് നമ്മുടെ കട ഇതാ സെറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇത് ഫ്ലെക്സ് കെട്ടാൻ വേണ്ടിയിട്ടേ പിള്ളേർ കെട്ടി വെച്ചതാണ് കേട്ടോ, നമ്മളെ ഫുട്ബോളിൻ്റെ. പിന്നെ ഓണത്തീ കത്തിക്കാനേ പിന്നെ ഈ കവറും കാര്യങ്ങളൊക്കെ എടുക്കണം. ഇതൊക്കെ ഹരിതകർമ്മ സേനയ്ക്ക് കൊടുക്കും. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ ലുക്ക്.